നമസ്കാരം, ഞാൻ മൃണാൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൂപ്പർ ഫുഡാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങളായിട്ട് കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇവരൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ടൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അവരെല്ലാവരും കൂടെ നിങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കലായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു കസ്റ്റമർക്ക് ഒരു അനുഭവം ഉണ്ടായി. ഇവിടെ മെല്ലെ പോടാ, ഷൂട്ട് ചെയ്യുന്ന കാണുന്നില്ല, അല്ലെങ്കിൽ അവനൊരു തിരക്കില്ലല്ലോ. ഇത് നിന്റെ നാടല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, കസ്റ്റമർ 10-20 പേരെ അസംബിൾ ചെയ്യുന്നു വിഷുവിന്. ഫ്രണ്ട്സ്, അതുപോലെ ഫാമിലി മെമ്പേഴ്സ്, ചുറ്റുള്ള അയൽക്കാരൊക്കെ ഇത് പറയുന്നു. നമ്മുടെ അവിടെ കോക്കോക്കിൻ ഹംഗ്രി മൃണാൾ ഒരു രക്ഷയില്ലാത്ത വിഷുസദ്യയാണ്, നമുക്ക് ഇപ്രാവശ്യം പൊളിക്കാന്ന്. 10-20 പേർക്കുള്ള ഫുഡ് കൊണ്ടുപോകുന്നു. നല്ല അന്തസ്സായിട്ട് കോവക്കൊപ്പേരി കേടാവുന്നു. അപ്പോൾ അതിലൊരു ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരതെടുത്ത് ആദ്യം തന്നെ വായിൽ വെച്ചതാണ്. ഞാൻ ഇന്ന് ഈസ്റ്റർ ആണല്ലോ, ഞാൻ ഈസ്റ്ററിൻ്റെ ഒരു കിറ്റൊക്കെ പൊതിഞ്ഞെടുത്ത് അവരെ ഒന്ന് കണ്ട്, അല്ല അതിനൊരു പരിഹാരം അല്ല, എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷെ നല്ല അന്തസ്സുള്ള ആൾക്കാരാട്ടോ, കാല് പിടിക്കാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ അവർ ക്ഷമിച്ചു. എൻ്റെ അമ്മേ, നമ്മളിപ്പോൾ പോകുന്ന ആൻ്റണിയുടെ വീട്ടിലേക്കാണ്. ആൻ്റണി നമ്മളിന്നും പോലെയല്ല, ഇന്ത്യൻ നേവിയിലെ വലിയ ഉദ്യോഗസ്ഥനാണ്, ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. ആൻ്റണിയുടെ അമ്മ ഗംഭീര ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് അവിടെ കൊക്കോക്കിനിലും ഓൺലൈനിലും ഹംഗ്രി മൃണാളിൽ കരള് കുരുമുളക് വരട്ടിയത്, താറാവ് മപ്പാസ്, അതിൻ്റെ കൂടെ ബ്രെഡ്, കപ്പ, മീൻകറി, ചോറ്, അങ്കമാലി മാങ്ങാക്കറി, ബീഫ് കൂർക്ക, നാടൻ ചിക്കൻ കറി, ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആന്റണിയുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് അതിനേക്കാളും ബെറ്റർ ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. ആ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വൈകുന്നേരം കഴിക്കാം. ഇത് നമുക്കിപ്പോൾ കഴിക്കാം. കമാൻ. ഇന്ന് ഈസ്റ്ററിന് എന്തൊക്കെ പിള്ളേർ ഒപ്പിക്കുമാവോ? കുഴപ്പമില്ല, ഈസ്റ്ററിന് ഒപ്പിക്കുന്നതിന് നമുക്ക് ഓണത്തിന് സോറി പറയാം അല്ലേ? അങ്ങനെയല്ല നമ്മുടെ പരിപാടി. സത്യത്തിൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്തിനാ മരിച്ചത്? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട്. എടാ, നീയൊക്കെ ഒരു സാമ്പാറിന് പകരം അവിയൽ കൊടുത്തയക്കുമ്പോ ഞാനാണ് പോയി കാല് പിടിക്കേണ്ടി വരുന്നത്. അയ്യോ പോർക്ക്. ഞാൻ അവിടുന്ന് കഴിക്കാതെ ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം അവിടെ പോർക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു എറണാകുളത്തിൻ്റെ ഈ സൈഡുണ്ടല്ലോ, എറണാകുളത്തിൻ്റെ വടക്ക് ഭാഗം, അവിടെയുള്ള പോർക്ക് മുസാറിത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ തിന്ന് പൊള്ളിക്കും. പക്ഷേ ഈ ഭാഗത്താണ് നിങ്ങളുടെ വീടെങ്കിൽ ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വിളിക്കും. പോർക്കും ഹൈച്ചു ഞാൻ റെഡി. അച്ചാറല്ലേ? സൂപ്പർ. ഇതൊക്കെ ഉണ്ടായിട്ടാണ് വിഷുവിന് നമ്മൾ കഷ്ടപ്പെട്ട് കോവയ്ക്ക ഉണ്ടാക്കിയത്. ബ്രെഡും മീനും. ഇതെന്തിനാ ഒരാൾക്കൊരു മുഴുവൻ മീൻ? അപ്പൊ ബാക്കി എങ്ങനെ കഴിക്കും? അവൻ ബ്രാഹ്മണനാ, ഇപ്പൊ മുസ്ലിമാ, അവനാണ് പോർക്ക് ആദ്യം എടുത്തത്. കഴിക്കുന്നു. ഇതാ കൊടുക്ക. ഈ ബ്രെഡ് വെച്ചാണ് തുടങ്ങുക. നിങ്ങളിപ്പോൾ ഈ 50 ദിവസം നോമ്പെടുക്കില്ലേ? ഈ ക്രിസ്ത്യാനിയൻ ആണല്ലോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടാവുക. ഇതെങ്ങനെ സഹിക്കുക? വലിയ പാടല്ലേ? ഇല്ല, നമുക്ക് നോയമ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു ആഗ്രഹം തോന്നൂല. 50 ദിവസം. അപ്പം പിന്നെ ഈസ്റ്ററിന് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ചിലവരിപ്പോൾ ഇടയ്ക്ക് അങ്ങനെയല്ല, എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മസ്റ്റായിട്ട്. കഴിക്കടോ അവനെ ചോറിപ്പം അങ്ങ് ഷാലോ ഫ്രൈ ചെയ്യാത്ത എനിക്കിഷ്ടം. എന്നാലും മോള് കാനഡയിൽ പോയിട്ട് 2.5 കൊല്ലമായി അല്ലേ? അപ്പൊ 2 ക്രിസ്മസും 3 ഈസ്റ്ററും. ഈ തലയുടെ പേരിൽ പണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നു. അപ്പം അമ്മ 4 കരിമീൻ മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ തലയുടെ സൈഡിങ് കട്ട് ചെയ്തിട്ട് എനിക്ക് തന്നേക്ക്, നമുക്ക് ബാക്കി മൂപ്പരി കൊടുക്കാമെന്ന്. ആലപ്പുഴക്കാരനാണ് തലയില്ലാതെ കരിമീൻ കൊണ്ട് തരുന്നത്.
മീനങ്ങനെ വറുത്തിരുന്നെങ്കിലേ ഈ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നില്ല. അല്ലേ? ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കണേ? 2ാം ക്ലാസ്. ഇംഗ്ലീഷാണോ മലയാളമാണോ? അമ്മയെ പോലെ. ഞങ്ങളവിടെ ഇംഗ്ലീഷ് ബുക്ക് എൻ്റെ കാര്യം ഞാൻ പറയാലോ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ജെ ഏതാ ടി ഏതാന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഈ രക്ഷിതാക്കൾക്ക് ഉള്ളൊരു തെറ്റിദ്ധാരണയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവർ വിചാരിക്കുന്ന ഈ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പഠിപ്പാണ് എല്ലാം എന്നാണ്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി ഒരു കുളത്തിൽ ചാടി, ഒരു ചാമ്പക്കിട്ട് എറിഞ്ഞ്, ഒരു മാവിനെറിയുമ്പോൾ ഒരാളുടെ തലയിൽ കല്ല് പോയി വീണ്, ഇതൊക്കെയല്ലേ അല്ല ഇതൊരു പഠിപ്പാണല്ലോ അല്ലേ? പിന്നെ നമുക്ക് പുസ്തകവും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടൂലേ. ഇനി ബ്രെഡ് സ്റ്റൂവും കഴിക്കാം. എൻ്റെ നാട്ടിലൊക്കെ സർക്കാർ സ്കൂളിൽ ചേർക്കാത്ത രക്ഷിതാക്കളില്ലേ, അവരെ അയ്യോ വിശന്നിട്ടാണോ അത് ഉറങ്ങണോ? അമ്മേ, ഇത് എവിടുന്ന് മേടിച്ചതാ? ഇവിടെ UC കോളേജിന് അടുത്ത് തന്നെ. എല്ലാം നമ്മൾ അങ്ങനെ വാങ്ങിക്കും. ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ. ഓ, ഈ വറുത്ത കശുവണ്ടി ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല. അമ്മേ, ഇതിപ്പോ 3-4 ദിവസമായിട്ട് കഴിക്കേണ്ടി വരും. ചോറ് മതി. പറഞ്ഞ പോലെ തന്നെ അയ്യോ മതി. മതി കൊച്ചിനെ. ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നതാണോ? എൻ്റെ വീട് ഇവിടെ ആണ്. ഹസ്ബൻഡിൻ്റെ വീട് ആലപ്പുഴ. പിന്നെ ആലപ്പുഴയും ഇതിനൊന്നും ഒട്ടും മോശമല്ലല്ലോ. ഈ പ്രോട്ടീൻ ഡയറ്റിലുള്ളവർക്ക് പറ്റിയ സമയമാണ് ഈസ്റ്റർ. കാരണം ആ ബ്രെഡ് ഒഴിവാക്കുക, ചോറ് ഒഴിവാക്കുക, ബാക്കി കംപ്ലീറ്റ് മീറ്റാണ്. കീറ്റോ ഡയറ്റ് എനിക്ക് ഇന്നിന് ഒരുപാട് പണിയുണ്ട്. പക്ഷെ അത് ചെയ്യാൻ വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. ആൻ്റണി വല്ലതും കഴിച്ചായിരുന്നോ? ഓഹോ, അല്ല അപ്പോൾ ഈ പോർബന്തറിൽ പോയി ഇതൊക്കെ ആര് തരും? ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകും തോറും അവൻ കളിപ്പാട്ടൊക്കെ എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല, പെട്ടെന്നേ അല്ലേ. ചൂടാക്കി കൊണ്ടുവരണം. ചൂടാക്കണം. ഇച്ചിരി ഹാർഡായിരുന്നു. അത്ര സോഫ്റ്റ് തോന്നുന്നില്ല. അതെ, കപ്പയുടെ ഇടയിൽ നിന്ന് എല്ല് കടിക്കുമ്പോഴേ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. അരപ്പാത്രം പോർക്ക് കാണാനില്ല. അല്ല കാണാനില്ല, അല്ലാതെ എവിടെ പോയിന്ന് എനിക്കറിയാം.
ഈ ക്യാമറയുടെ പുറകിലൊരാളുണ്ട്. ഞാൻ എടുത്തോളാം, ഇയാൾക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. പോർബന്തറിൽ പോയാൽ ഇതൊന്നും കിട്ടൂല. ഡാം എനിക്കിങ്ങനെ ഇഷ്ടം. എനിക്ക് ചോറ് നല്ലോണം വെന്തിട്ടാണ് ഇഷ്ടം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ചില കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് പറയും വേവ് കൂടുതലാണ്. കാരണം അവർക്ക് ചോറി തൊടുമ്പം ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്ന, പ്രത്യേകിച്ച് പൊന്നിയല്ല, ആ കുറുവയല്ലേ കോഴിക്കോടൊക്കെ കഴിക്കുന്ന, ഓർക്ക് സഹിക്കാൻ പറ്റണല്ലോ. എന്നാ പിന്നെ ചൂടാക്കും. നീ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ, നീ ഒരാഴ്ച കഴിക്കുന്ന ഭക്ഷണം ഞാനങ്ങനെ ഒരു നേരം കൊണ്ട് കഴിച്ചെന്നല്ല നീ ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ ആൻഡമാനിലേക്ക് ട്രാൻസ്ലേറ്റ് പോയാലേ പിള്ളേരുടെ പഠിത്തത്തിനൊക്കെ നല്ല സെറ്റപ്പൊക്കെ ഉണ്ടോ? സ്കൂളുകളിലൊക്കെ ഉണ്ടോ അവിടെ? ആംഡ് ഫോഴ്സസിൻ്റെ പോപ്പുലേഷൻ വളരെ പണ്ടേ ഉണ്ടല്ലേ? ചൂടാക്കിയോ? സന്തോഷമായോ? ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഉറങ്ങിപ്പോവും. ശരിയാ. ആ നീ എന്താ പറയണേ? ഇത് എവിടെ നിന്ന് കിട്ടി ഈ റെസിപ്പി? പണ്ട് മുതലുള്ളതാണോ? നമ്മുടെ ഡൈജഷൻ നന്നായിട്ട്. ഇതൊരു യൂറോപ്യൻ രീതിയാണല്ലോ. അപ്പോൾ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ അന്യായം. എരിവൊന്നും അങ്ങനെ അധികം ഇല്ല അല്ലേ? എനിക്ക് കുറേ ക്രിസ്ത്യാനി ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊന്നും ഇതൊന്നും എനിക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരുള്ളൂ. ഈ നാട്ടുകാർക്ക് എന്താ പൈനാപ്പിളിനോട് ഇത്തിരി ഇഷ്ടം? എൻ്റെ അമ്മ പൈനാപ്പിളിൻ്റെ മുകളിൽ ഇത്തിരി പഞ്ചസാര വെതറും.